അനന്ത സംസാര സമുദ്രതാരാ നൗകായിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യ സാമ്രാജ്യദപൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം മൂകാശ്ച വാചസ്പതിതാം ഹിതാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ജഗദ്ഗുരുവും ദിവ്യജനനീയമായ അമ്മയുടെ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ. ഇവിടെ ഈ സത്സംഗ പരിപാടിക്കായി ഓൺലൈനിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നാളെ രാമായണ മാസം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും രാമായണ ഞാൻ പരിപാടിയിലേക്ക് കടക്കട്ടെ. എന്നോട് ചോദിച്ചത് നവമിക്ക് ഒരു സത്സംഗം പറയുമോ എന്നാണ്. സത്സംഗം പറയാൻ പറ്റുന്ന ഒന്നാണ്. സത്സംഗം ഒരു അനുഭവമാണ്. ആ സത്തുമായി, ആ ഉണ്മയുമായി, ആ പ്രപഞ്ച ശക്തിയുമായി ഒന്നായി ചേരുമ്പോൾ അവിടെ പറയാൻ ആരും. ഇത് സത്സംഗത്തിന്റെ ഒരു ലക്ഷ്യാർത്ഥം. ഇനി നമ്മൾ സത്സംഗത്തിന്റെ വാച്യാർത്ഥത്തിലേക്ക് കടക്കാം. എന്താണ് സത്സംഗം? സംഗഹ സത്സു വിധിയതാം. ഇതാണ് സത്സംഗം. സജ്ജനങ്ങളുമായുള്ള ഒരു ഒത്തുചേരൽ. ആ പരമമായ ശാന്തിക്കായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സത്സംഗമാണ്. സാധുസംഗം, അതാണ് സത്സംഗം. പക്ഷെ നമുക്ക് ഈ സാധു എന്നൊരു വാക്ക് കേൾക്കുമ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, അവനാളൊരു സാധുവാണ് കേട്ടോ. എന്താണ് സാധു എന്ന് പറയുമ്പം? നിർവികാരനായി അല്ലെങ്കിൽ ഒരു പ്രതികരിക്കാത്ത ഒരാളെയാണ് നമ്മൾ സാധു എന്ന് പറയുന്നത്. അത് സാധു അല്ല. വേണ്ടിടത്ത് പ്രതികരിക്കുകയും വേണ്ടാത്തടത്ത് ക്ഷമയോടെ ഇരിക്കുന്നതും ചെയ്യുന്നതാണ് സാധു. സാധു എന്ന് പറഞ്ഞാൽ സത്യത്തെ സാക്ഷാത്കരിച്ച ആളാണ്. അപ്പൊ അങ്ങനെയുള്ളവരുമായിട്ടുള്ള സത്സംഗം, അല്ലെങ്കിൽ ആ പാതയിൽ ആ ഈശ്വരീയ മാർഗത്തിൽ ചരിക്കുന്നവരുമായുള്ള ഒരു കൂടിച്ചേരൽ, ഇതെല്ലാം സത്സംഗം തന്നെയാണ്. അപ്പം ആ ശാന്തി കിട്ടാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തന്നെ സത്സംഗമാണ്. അങ്ങനെയുള്ള ഒരു സത്സംഗത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സും ആ ഒരു പാതയിലേക്ക്, ആ മാർഗത്തിലേക്ക് ഒന്ന് കേന്ദ്രീകൃതമാകണം, ഏകാഗ്രമാകണം. അതൊരു ഓൺലൈനിൽ എത്രത്തോളം പ്രാവർത്തികമാകും എന്നറിയില്ല. കാരണം പലരും അവരുടെ കർമ്മരംഗത്ത് നിന്നുകൊണ്ടാണ്, ആ കർമ്മം ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഓൺലൈൻ പരിപാടി അറ്റൻഡ് ചെയ്യുക. എന്നാലും നമുക്ക് പരമാവധി ആ ഈശ്വരീയ സ്വരൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സത്സംഗ പരിപാടിയിലേക്ക് ഇരിക്കാം. ഇവിടെ ഞാനൊരു പ്രത്യേക വിഷയത്തെ പരാമർശിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളുടെയും ഒരു സമന്വയം, ഒരു അവിയൽ നിങ്ങൾക്ക് നൽകുകയാണ്. ഇവിടെ എല്ലാവരും ശ്രോതാക്കളാണ്, ഞാനടക്കം എല്ലാവരും ശ്രോതാക്കൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യ സത്സംഗത്തിലേക്ക് കിടക്കാം. എന്താണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം? പ്രയോജനം അനുദ്ദിശ്യ മന്ദോപിന പ്രവർത്തത എന്നാണ്. ഒരു മന്ദബുദ്ധി പോലും ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മന്ദബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തെ അല്ല. പലപ്പോഴും നമ്മളും ഒരു മന്ദബുദ്ധികളാണ്. ബുദ്ധി മന്ദമായി പ്രവർത്തിക്കുമ്പോൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ മന്ദബുദ്ധി തന്നെ. അതവിടെ ഇരിക്കട്ടെ. എന്നാലും സത്സംഗം കൊണ്ടുള്ള എന്താണ് പ്രയോജനം എന്ന് നോക്കാം. സത്സംഗം ജീവിതയാത്ര സുഗമമാക്കും. നമ്മളൊരു ഹൈവേ കൂടെ യാത്ര പോവുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയിൽ ഇരിക്കുമ്പം ആ യാത്ര സുഗമമാണ്. അപ്പൊ നമ്മൾ സുഖമായി യാത്ര ചെയ്തു എന്ന് പറയണമെങ്കിൽ ഒരു 3 ഘടകങ്ങളെങ്കിലും അതിനോട് ഒത്തുചേർന്നു. ഒന്നായത് ഒരു ഹൈവേ ആയിരിക്കണം, അത് നല്ലതാണ്. പിന്നെ അതുപോലെ വണ്ടി, ഒരു ലഡാക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് അങ്ങനെ പോകുമ്പം യാത്ര സുഗമമല്ല. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഒരു ട്രാഫിക് ജാം ഇല്ലാതെ യാത്ര. ഈ
ട്രാഫിക്കിലൊക്കെ ഒന്ന് കുടുങ്ങി കിടക്കുക എന്ന് പറയുമ്പം നമ്മുടെ യാത്രയ്ക്കും അത് അത്ര സുഖമായിരിക്കില്ല അല്ലേ? അപ്പം 3 ഘടകങ്ങൾ നമ്മുടെ സാധാരണ ഒരു യാത്രയ്ക്ക് തന്നെ ഒത്തുചേരണം. ഹൈവേ ആയിരിക്കണം, വണ്ടി നല്ലതായിരിക്കണം, നമ്മൾ യാത്ര ചെയ്യുന്ന ആ വാഹനം നല്ലതായിരിക്കണം, അതുപോലെ ട്രാഫിക് ഒന്നും ഇല്ലാതെ ഒരു ഒഴിഞ്ഞൊരു മാർഗവും ആയിരിക്കണം. ഇതാണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം. ഒരു ജീവിതയാത്രയിലേക്ക് എടുക്കുമ്പോൾ എന്താണ് ഈ ഹൈവേ? ശാന്തമായ ഒരു മനസ്സാണ് ഹൈവേ എന്ന് പറയുന്നത്. വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം തന്നെയാണ്. നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുന്നു, പക്ഷെ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിബന്ധങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആ സത്സംഗമായാലും ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ നന്നായിട്ട് നോക്കിയിരിക്കണം. ശരീരമാദ്യം ബലു ധർമ്മ സാധനം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരവും സ്വസ്ഥമായിരിക്കണം. പിന്നെ ഏറ്റവും വേണ്ടത് ട്രാഫിക് ജാം ഇല്ലാതിരിക്കാൻ നോക്കണം. എന്താണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള അനവധി ചിന്തകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുമ്പോൾ നമ്മുടെ ഇതൊരു സമാധാനത്തെ കെടുത്തുന്നതാണ്. അപ്പം ചിന്തകളില്ലാത്ത ശാന്തമായ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഇത് നന്നാക്കി തരികയാണ് ചെയ്യുന്നത് സത്സംഗം. ഇനി നോക്കാം, നമുക്ക് നമ്മുടെ ഇഷ്ടാനിഷ്ടത്തിനൊത്ത്, മനസ്സിന്റെ ഇഷ്ടാനിഷ്ടത്തിനൊത്ത് നമ്മൾ നീങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. അതായത് ഒരു കുഗ്രാമത്തിലെ ഒരു റോട്ടിൽ കൂടെ ഒരു കാളവണ്ടിയിലുള്ള യാത്ര പോലെയായിരിക്കും. കുഗ്രാമം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ റോഡൊന്ന് ചിന്തിച്ചാൽ മതി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ്. മഴക്കാലമായാൽ ഇത് റോഡാണോ അതോ സ്വിമ്മിംഗ് പൂളാണോ എന്ന് പോലും മനസ്സിലാവാത്തൊരു യാത്രയായിരിക്കും. അത് കാളവണ്ടിയിലുള്ള യാത്രയാണെങ്കിലും. അപ്പം ഇതായിരിക്കും ഒരു സത്സംഗമൊന്നുമില്ലാതെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ പോയാലുള്ള അവസ്ഥ. ഈ 2 തരം മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഏത് മാർഗത്തിൽ കൂടി യാത്ര ചെയ്യണം എന്നത്. അപ്പൊ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സത്സംഗത്തിനുള്ള ഒരു അവസരം നമുക്ക് തന്നെ കണ്ടെത്താം. പറയുമ്പോൾ സത്സംഗമാണ്. ശാസ്ത്ര ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നതും സത്സംഗമാണ്. അപ്പം നമ്മുടെ തീരുമാനമാണ് നമുക്ക് സത്സംഗം വേണോ വേണ്ടയോ എന്നുള്ളത്. നമുക്ക് കാണാം. അപ്പം അങ്ങനെ ഒരു സത്സംഗത്തിന് അവസരം ഒരുക്കി തന്ന സ്വാമിയോടും ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് കർമ്മരംഗത്ത് സത്സംഗം എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്നാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു ഏതോ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കഥ എവിടെയോ വായിച്ചത് ഓർക്കുക. അതെങ്ങനെയാണ്, ഒരിക്കല് ഒരു രാജാവ് ആ കൊട്ടാരത്തിലെ വിറക് വെട്ടുകാരോട് പറയാണ്, ഞാനൊരു പന്തയം വെക്കുകയാണ്. നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഏറ്റവും കൂടുതൽ ആരാണോ വിറക് വെട്ടുന്നത് അവർക്ക് ഞാനൊരു ഇദ്ദേഹം കൂട്ടുകാരൻ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വലിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരുന്നു. ഒന്നാമത്തെ ആള് വൈകുന്നേരം ആയപ്പം ചെന്ന് നോക്കുമ്പം രണ്ടുപേരുടെയും വിറക് എത്രത്തോളം വെട്ടിയെന്ന് ഇയാൾ പരിശോധിക്കുകയാണ്. അപ്പൊ നോക്കുമ്പം രണ്ടാമത്തെ ആളാണ് കൂടുതൽ വെട്ടിയിരിക്കുന്നതെന്ന് ഒന്നാമത് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇദ്ദേഹം നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റേയാളാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ പോയി. അപ്പൊ ചോദിച്ചു, സുഹൃത്തെ, നിന്നേക്കാൾ അധികം ഞാൻ ജോലി ചെയ്തു, നീ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നതും കാണുന്നുണ്ട്, എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത്രത്തോളം വിറക് കിട്ടി? അപ്പൊ പറഞ്ഞു, ഞാൻ അവിടെ ഇവിടെയും പോയി ഇരുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ എൻ്റെ കോടാലി ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ജോലി എളുപ്പമായി. കാരണം 10 വെട്ട് വെട്ടേണ്ട അടുത്ത് വെട്ടുകൊണ്ട് എനിക്ക് പറയുന്ന പോലെ നമ്മളും ജീവിതത്തിൽ വ്യാപകമില്ലാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ
മനഃശാന്തി പലപ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഈ ജോലി ചെയ്യുന്നതനുസരിച്ചുള്ള മനഃശാന്തിയൊന്നും കിട്ടുന്നുമില്ല. അപ്പൊ എന്തായിരിക്കും കാരണം? നമ്മുടെ ജീവിതത്തിന്റെ കർമ്മത്തിന്റെ അർത്ഥമറിഞ്ഞല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. കർമ്മം എന്തിനാണ് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ കയ്യിലില്ല. വിറകുവെട്ടുകാരൻ തന്റെ കോടാലി ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടിയപ്പോൾ അയാൾ ചെയ്ത ജോലിയിൽ നല്ലൊരു ഫലമുണ്ടായി. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സത്സംഗം എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിന് സത്സംഗം ഒരു അർത്ഥം ഉണ്ടാക്കി തരും. നിരന്തരം ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അത് എന്തിനു വേണ്ടി എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ബോധപൂർവമല്ലെങ്കിൽ അത് വീണ്ടും ജന്മത്തിന് കാരണമാകും. ഈ ജന്മത്തോടെ എല്ലാം അവസാനിക്കുന്നുവെന്ന് സനാതനധർമ്മം പറയുന്നില്ല. അടുത്ത ജന്മം ഒരു മനുഷ്യജന്മമായി കിട്ടും, അതിനാരും ഒരു ഉറപ്പും തരുന്നില്ല. അപ്പൊ എന്താണ് വേണ്ടത്? വീണ്ടും മനുഷ്യനായി പിറക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇതിനെ ഞാനപ്പായാലും പറയുന്നത്, എനിക്ക് ആ ശ്ലോകം ഓർമ്മയില്ല, അതിന്റെ ഏകദേശം അർത്ഥം എങ്ങനെയാണ്? ഈച്ച ചത്തൊരു പൂച്ചയായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും അത്. ആ ശ്ലോകം എല്ലാവർക്കും അറിയായിരിക്കും. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു, നരൻ ചത്ത് നരിയായി പിറക്കുന്നു, നാരി ചത്തുടൻ ഓരിയായിടുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത്. ആരായിത്തീരുമെന്ന്? കൃപനായാലും രാജാവായാലും മന്ത്രിയായാലും ആരായാലും കൃപ കൂടാതെ കാരുണ്യമില്ലാതെ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയാണെങ്കിൽ കൃമിയായും തീരും. അപ്പം അടുത്ത ജന്മം എങ്ങനെയാവണം, എന്തായി തീരണം, നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അതാണ് ജ്ഞാനപ്പാനയിൽ പറയുന്നത്. അപ്പം നമ്മുടെ തന്നെ പൂർവകർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ. ഇതിനുള്ള കാരണം അത് തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? അവൾ കാരണം എനിക്ക് ദുഃഖമായി, അവൻ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ സാഹചര്യം കൊണ്ട് എനിക്ക് ഇത്രത്തോളം നഷ്ടമുണ്ടായി. എന്നാൽ ഒരിക്കലും അവനോ അവളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നമ്മളുടെ ദുഃഖത്തിന് ഹേതുവല്ല. നമ്മളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മൾ മാത്രമാണ്. ഞാനൊരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നത് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അറ്റൻഡ് ചെയ്യുക, ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പാരായണം, ആഴ്ചയിൽ ഒരിക്കൽ ആരോടും ദേഷിക്കില്ല എന്നൊരു വ്രതമെടുക്കാം. ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ മന്ത്രജപമാവാം. അങ്ങനെ ചിട്ടയായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ ദിവസത്തെയും അത് ഒരു ഈശ്വരന്റെ വരദാനമായിട്ട് അതിനെ സ്വീകരിക്കാൻ കഴിയും. ഭഗവത്ഗീതയിൽ പറയാറില്ലേ, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാതെന്ന്. സ്വല്പം ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വലിയൊരു വിപത്തിൽ നിന്ന് നമ്മളെ അത് രക്ഷിക്കും. അമ്മ പറയാറുണ്ട്, നമ്മൾ ഒരു സ്റ്റെപ്പ് ഈശ്വരന്റെ അടുത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഈശ്വരൻ 100 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വയ്ക്കും. അപ്പം ഇത്തരത്തിലുള്ള അറിവുകളാണ് സത്സംഗത്തിലൂടെ കിട്ടുന്നത്. ഇതാണ് സത്സംഗത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. അമ്മ പലപ്പോഴും ആശ്രമത്തിൽ പറയാറുണ്ട്, മക്കളെ സനാതനധർമ്മം സമൂഹത്തിൽ പ്രചരിപ്പിക്കുമെന്ന്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ജാതിയും മതവുമല്ല, അല്ലെങ്കിൽ ഹിന്ദു മതപ്രചാരണം നടത്തൂ എന്നതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യവുമില്ല. സനാതനധർമ്മത്തിന്റെ കാതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മർമ്മം എന്ന് പറയുന്നത് കർമ്മയോഗമാണ്. ഒരു ആത്മീയ വീക്ഷണം അവലംബിച്ചുകൊണ്ട് തന്നെയും ഈ പ്രപഞ്ചത്തെയും നോക്കിക്കാണുന്നതിനും ആ കർമ്മങ്ങളെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാനുമാണ് ഭാരതീയ സംസ്കാരം അഥവാ സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൽ കർമ്മം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ കർമ്മത്തിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തും. കർമ്മത്തിൽ കൂടി വന്നിട്ടുള്ളതാണ് ഓരോ മനുഷ്യന്റെ ബന്ധനവും സുഖദുഃഖങ്ങളും മറ്റു സംസാര ദുരിതങ്ങളും. എന്നാൽ എത്ര തന്നെ കർമ്മം ചെയ്താലും ബന്ധനത്തിന്റെ സ്പർശം കൂടാതെ എങ്ങനെ കർമ്മം ചെയ്യാൻ എന്നാണ് ഈ കർമ്മയോഗത്തിന്റെ പൊരുള്. നഹി കശ്ചിത്തമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഒരാൾക്കും ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചിന്തയും വാക്കും, എന്തിന് ശ്വാസോച്ഛ്വാസം പോലും കർമ്മമാണ്.
അപ്പം ഈ ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ചില ഭക്തർ ചോദിക്കും, ഭഗവാനെ മനസ്സിന് ഒട്ടും ശാന്തിയില്ല, എന്ത് ചെയ്യണം? ഭഗവാന് എപ്പോഴും പറയാറുള്ള ഒരേ ഒരു മറുപടിയാണ്, ചുമ്മാതിരുന്നാ മതി. അപ്പം ഈ ചുമ്മാതിരിക്കൽ എന്താണ്? വെറുതെ കയ്യും കാലും അനക്കാതിരുന്ന ചുമ്മാതിരിയാവോ? ഇപ്പം അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിൽ ആരെങ്കിലും നമ്മളോട് പറയാണ്, നമ്മൾ ഭർത്താവോ അല്ലെങ്കിൽ മറ്റ് അമ്മമാരോ ആരെങ്കിലും പറയാണ്, കുറച്ചു നേരം പോയി വെറുതെ ഇരുന്നോളൂ, ഞങ്ങളിത് ചെയ്യാം. അപ്പോൾ നമുക്ക് സന്തോഷമായി. നമ്മൾ റൂമിൽ കയറി ഇരിക്കുന്നു, വെറുതെ ഇരിക്കുകയാണ്. എത്രത്തോളം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? നമ്മളവിടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഭൂതകാല ചിന്തകളും ഭാവികാല ചിന്തകളും എല്ലാം കടന്നു വരും. ആ ഇരിക്കുന്ന നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ ഈ ചിന്തയ്ക്ക് പറ്റും. എന്നാൽ കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ പറ്റുമായിരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ മൊബൈൽ വേണം, അല്ലെങ്കിൽ ടി വി ഒക്കെ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വെറുതെ ഇരിക്കും. നമ്മുടെ കൈകാലം അനക്കാതിരിക്കുമായിരിക്കും, പക്ഷേ ഉള്ളിൽ നിരന്തരം ചിന്ത വന്നുകൊണ്ടേയിരിക്കും. വന്നും പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ മനസ്സിന്റെ നിശബ്ദതയാണ് ഈ ചുമ്മാതിരി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മാത്രം കിട്ടുന്നതാണ് സമാധാനവും. അപ്പം മനസ്സ് നിശബ്ദമാകാനാണ് നമ്മൾ ശാസ്ത്രപഠനം വേണമെന്ന് പറയുന്നത്. ശാസ്ത്ര ക്ലാസ്സിൽ പറയാറുണ്ട്, ചിത്തത്തിൽ നിന്ന് ഈ സങ്കല്പങ്ങളും ഭാവനകളും വികാര വിചാരങ്ങളും എല്ലാം മാറ്റുകയാണെങ്കിൽ അകലുമ്പോഴാണ് ചിത്തം സ്ഫടികത്തിന് തുല്യമാവും. അങ്ങനെയുള്ള ചിത്തമുള്ള ഒരാളെ ഈ ജീവിതത്തിലെ സുഖദുഃഖങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ അത് ബാധിക്കുന്നതേ ഇല്ല. സുഖദുഃഖങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും ദുഃഖങ്ങൾ വരില്ല എന്നർത്ഥമില്ല. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. അതിന്റെ വഴിക്ക് ഇതൊന്നും ഈ വ്യക്തിയെ ബാധിക്കില്ല. അപ്പം ശാസ്ത്ര പഠനം നമുക്ക് ഇത്രയും ഉപകാരം ചെയ്യും. ശാസ്ത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ആഗ്രഹങ്ങൾ അടങ്ങുന്നതാണ് യഥാർത്ഥ സുഖമെന്ന്. പഠിക്കാത്തവർക്കോ ആഗ്രഹങ്ങൾ നേടുന്നതാണ് സുഖം. ഓരോ ആഗ്രഹങ്ങളും അതിന്റെ നേടിത്തരുന്നതാണ് സുഖമെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ ഈ ആഗ്രഹങ്ങൾ അടങ്ങുന്നുണ്ടോ? ഒരാഗ്രഹം കഴിഞ്ഞ അടുത്ത ആഗ്രഹം വരും, പിന്നെ അതിന്റെ പുറകമായി. അപ്പം മനസ്സമാധാനം ഇല്ല. ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ പ്രയോഗമാണ്. കാരണം മനസ്സുള്ളിടത്ത് സമാധാനമില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ആധ്യാത്മികമായ ഒരു വീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കി അടുത്ത ജന്മം നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ജന്മം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളാണെന്ന്. ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ ഒരു മൈക്രോചിപ്പ് ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിടുകയാണെങ്കിൽ ഈ മൃഗം എത്ര ദൂരം പോയാലും ഈ കമ്പ്യൂട്ടർ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഈ മൃഗം ഈ കാട്ടിൽ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോഴും അവന്റെ ഉള്ളിലും ഈ ചിപ്പിന്, ഈ മൈക്രോചിപ്പിന് സമാനമായ, മൈക്രോചിപ്പിന് സമാനമായ ഒരു സാധനം പഠിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അതിന്റെ പേരെന്താണ്? നമ്മൾ നിരന്തരം പ്രയോഗിക്കുന്ന ഒരു പദമാണ്, അതാണ് മനസാക്ഷി. ഈ മനസാക്ഷി നമ്മുടെ എല്ലാ ചിന്തകളെയും പ്രവൃത്തികളെയും അതാത് നിമിഷം അനുനിമിഷം റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം മനസ്സും കർമ്മവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സിൽ കിടക്കുന്ന സംസ്കാരമാണ്. അത് കാമാദി വികാരങ്ങളായിട്ട് ആദ്യം വരുന്നത് മനസ്സിലായിരിക്കും. ഈ കാമാദി വികാരങ്ങളൊക്കെ പ്രകടമാകുന്നത് ആദ്യം നമ്മുടെ മനസ്സിലാണ്. ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥ ഓർമ്മ വരികയാണ്. ഒരിക്കല് 2 സ്നേഹിതന്മാർ ഒരു വനത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. ഒരാള് ഒരു യുക്തിവാദിയാണ്, രണ്ടാമത്തെ ആള് ഒരു ദേവി ഉപാസകനുമാണ്. അപ്പൊ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് കുറെ നടന്നപ്പം ഒരു കരിങ്കല്ലിന്റെ സ്ലാബ് ഇങ്ങനെ വിലങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതിനെ ചവിട്ടി മാത്രമേ അപ്പുറം കിടക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ആള്, ഈ യുക്തിവാദി, ഒന്ന് ആ കരിങ്കൽ സ്ലാബിലൊന്ന് നോക്കിയപ്പം കാണുന്നു എന്തോ ചിത്രപ്പണിയുള്ള ഒരു സ്ലാബായിട്ട് തോന്നി. അയാള് കൂളായിട്ട് അതിൽ ചവിട്ടി മുൻപോട്ട് പോയി. രണ്ടാമതൊന്ന് ഈ ദേവി ഉപാസകൻ ഒന്നുകൂടി ആ സ്ലാബിലൊന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ദേവിയുടെ ചിത്രം കൊത്തിവെച്ച ഒരു സ്ലാബാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് ഭയങ്കര ഭയവും ഒരു വിഷമവും തോന്നി. കാരണം ഇതിനെ ചവിട്ടി അങ്ങനെ പോകും, ദേവീനെ ചവിട്ടി അങ്ങനെ അപ്പുറം കിടക്കും.
ചുറ്റും നോക്കി വേറെ വഴിയൊന്നുമില്ല. ആകെ ഒരു മാർഗം ഈ ചവിട്ടി അപ്പുറം പോകുക മാത്രമേ ഉള്ളൂ. അദ്ദേഹം പേടിച്ച് വിറച്ച് അതിൽ ചവിട്ടി അപ്പുറത്ത് കടന്നു. അപ്പം അപ്പുറത്ത് കടന്നപ്പം പിന്നെ വിഷമിച്ച് തന്നെ ഇദ്ദേഹം വീട്ടിലെത്തിയപ്പം മനസ്സിലായി ഇദ്ദേഹത്തിന്റെ കാലില് ഭയങ്കര വേദനയും നീരും വന്നിരിക്കുന്നു. അപ്പം അടുത്തുള്ള വൈദ്യരെ കാണിച്ചു. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒട്ടും ശമനമില്ല. അപ്പൊ ഇദ്ദേഹം ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു. അപ്പൊ ജ്യോത്സ്യൻ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ദേവിയുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടുണ്ട്, അതിന് പരിഹാരം പറഞ്ഞു തരാം, അത് ചെയ്താൽ മാറും, കാരണം ദേവി കാരുണ്യത്തിന്റെ മൂർത്തിയാണ്. അപ്പം ഇദ്ദേഹത്തിന് സംഭവിച്ച ആ സംഭവം എല്ലാം അവിടെ പറഞ്ഞു. ഞാനും സുഹൃത്തും കൂടി ഇങ്ങനെ പോയത്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, സുഹൃത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പം ഈ ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് ഒരു യുക്തിവാദിയാണ്, അദ്ദേഹത്തിന് അത് വെറും ഒരു കരിങ്കല്ലാണ്, പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സാക്ഷാൽ ദേവിയാണ്. അപ്പൊ ദേവിയാണെന്നുള്ള ഒരു ഭാവന വരുമ്പോൾ അവിടെ ആ ദേവിയുടെ ശരീരത്തിൽ ചവിട്ടിയ ഒരു അനുഭവമാണ് ഈ ഭക്തനുണ്ടായത്. അപ്പം നമുക്ക് വേണ്ടത് ഭയഭക്തിയല്ല, ഭയഭക്തി പ്രേമഭക്തിയാണ്. അമ്മയും പറയുന്നതാണ്, പ്രേമഭക്തിയാണ് ഈശ്വരനോട് വേണ്ടത്. പലപ്പോഴും നമുക്ക് തോന്നും, ആ ക്ഷേത്രത്തിൽ പോകാഞ്ഞിട്ടാണ് എനിക്ക് ഈ ദുരിതം വന്നത്, അല്ലെങ്കിൽ ആ ഉപദേവതയെ ശരിക്കും വണങ്ങാഞ്ഞിട്ടാണ്, നമസ്കരിക്കാഞ്ഞിട്ടാണ്, അങ്ങനെ അതിനോട് അതാണ് ചെയ്യാഞ്ഞിട്ട് ഇത് ചെയ്യാഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു ഇത് വേണ്ട. ഒരു അമ്മയ്ക്ക് സ്വന്തം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് സ്വന്തം അമ്മയോടുള്ള ആ വികാരം, ആ പ്രേമം, ആ സ്നേഹം, ആ വാത്സല്യം, ഇതാണ് നമുക്ക് ഈശ്വരനോട് വേണ്ടത്. ആ പ്രേമഭക്തിയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഒരു വളർച്ച ഉണ്ടാവുന്നത്. അപ്പം എപ്പോഴും മനസ്സാണ് എല്ലാത്തിനും തടസ്സം നമുക്ക് മനസ്സിലായി. മനസ്സാണ് ശുദ്ധമാകേണ്ടത്. മനസ്സിനെ ശുദ്ധമാക്കാനാണ് കഷ്ടവും. ദേഹം ജ്ഞാനത്താൽ ശുദ്ധമാകും, എന്നാൽ മനസ്സോ ഭക്തി കൊണ്ട് ശുദ്ധമാക്കാം. അതുപോലെ ഈ ശുദ്ധമായ സ്ഥിതിയിലെത്തുന്നത് വരെ ഈ കർമ്മം നമ്മളെ ബന്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ശാസ്ത്രശ്രവണം ഈ മനസ്സിനെ ശുദ്ധമാക്കാൻ നല്ലൊരു ഉപായമാണ്. അഗാധമായ ധ്യാനാവസ്ഥയില് ഋഷീശ്വരന്മാരുടെ ഹൃദയത്തെ ശാസ്ത്രവാക്യങ്ങൾ. അത് പഠിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് സൂക്ഷ്മതയിലേക്ക് പോകും. മനസ്സും ചിന്തയും യഥാർത്ഥ അനുഭൂതിക്ക് പ്രതിബന്ധമാണ്. മനസ്സും ചിന്തയും യഥാർത്ഥ അനുഭൂതിക്ക് പ്രതിബന്ധമാണ്. ഒരു പൂവിനെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ആ പൂവിനെ കുറിച്ചുള്ള എല്ലാ വ്യാഖ്യാനങ്ങളും അടങ്ങണം. നമ്മളൊരു പൂ കാണുന്നു, അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് ചിന്ത വരികയാണ്, റോസ് പൂവാണ്, അതിന്റെ ഇലകൾ പച്ചയാണ്, അതിന്റെ തണ്ട് പച്ചയാണ്, അതിന് മുള്ളുണ്ട്. ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ പൂവിനെ ആസ്വദിക്കാൻ പറ്റില്ല. നമ്മളൊരു പൂ കാണുന്നു, ആ പൂവിനെ മാത്രം, ആ പൂവിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു, അപ്പോൾ മാത്രമേ നമുക്ക് ആ പൂവിനെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സും ഒരു വസ്തുവില് ഏകാഗ്രമാകുമ്പോൾ മാത്രമേ, അപ്പം ആ ഈശ്വര വിഷയത്തിലാകുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു അനുഭൂതി വരുന്നുള്ളൂ. അപ്പോൾ ഈ അനുഭൂതി തലത്തിലെത്താൻ പല മാർഗങ്ങളും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. സനാതന ധർമ്മം പറയുന്നുണ്ട്. ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം എല്ലാം തന്നെ അവിടേക്കുള്ള മാർഗങ്ങളാണ്. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം ജ്ഞാനം തന്നെയാണ്. ഒരു യഥാർത്ഥ ഭക്തൻ തന്റെ ഇഷ്ടദേവതയെ എല്ലായിടത്തും ദർശിക്കുന്നു. കർമ്മയോഗത്തിൽ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര അവിടുത്തെ ശക്തി കൊണ്ട് അവിടുത്തെ ഉപകരണമായി അവിടത്തേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നൊരു മനോഭാവം. അതുപോലെ ജ്ഞാനിക്കാണെങ്കിൽ ശുദ്ധബോധമല്ലാതെ മറ്റൊന്നും അദ്ദേഹം ഒന്നും കാണുന്നുമില്ല. അപ്പൊ സാധാരണക്കാർക്ക് ഭക്തിമാർഗമാണ് അഭിവാമ്യം എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഭക്തിയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു അനുഭവം ഓർമ്മ വരികയാണ്. പണ്ട് ആശ്രമത്തില് ഈ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്, ഈ കുടിദർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് നിന്ന് കുറച്ച് ഭക്തര് ആശ്രമത്തിൽ വരുമായിരുന്നു. അപ്പം ഒരിക്കലൊരു ഭക്തൻ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പായസം ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അന്ന് ഈ പാലവും ഇല്ല, അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരണം, വള്ളിക്കാവിലേക്ക് വരണം, ആശ്രമത്തിലേക്ക് എത്തണമെങ്കിലും ആ കായൽ കടന്നു വേണം, തോണിയിൽ വേണം വരാൻ. അപ്പൊ ഇവര് തോണിയിൽ കയറി പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തോണി മറിഞ്ഞു. അപ്പം ഭക്തന്റെ കയ്യിൽ അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഈ പായസപ്പാത്രമുണ്ട്,
അത് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം മുൻകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിലെ പായസം നയാതിരിക്കാൻ വേണ്ടി പരമാവധി ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പം അടുത്ത നാട്ടുകാരൊക്കെ വന്നിട്ട് അവരെ രക്ഷപ്പെടുത്തി. അപ്പം അമ്മ ഈ ഭക്തനോട് ചോദിച്ചു, മോൻ ആ പായസം ഉപേക്ഷിച്ചിട്ട് നീന്തി രക്ഷപ്പെടാമായിരുന്നില്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ല, ആ പായസം അമ്മ കഴിച്ചു കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം തന്റെ ജീവൻ വെടിഞ്ഞു ഈശ്വരന് വേണ്ടി കൊടുക്കണം, ഈശ്വരന് വേണ്ടി ജീവിക്കണം, അങ്ങനൊരു ആഗ്രഹം വന്നപ്പോൾ തന്റെ ജീവനല്ല അവിടെ പ്രാധാന്യം കൊടുത്തത്, ഈശ്വരന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ആ പായസം എന്നുള്ള ഒരു ചിന്തയാണ് വന്നത്. അപ്പം ഇതുപോലൊരു മനോഭാവം അങ്ങോട്ടുണ്ടാകുമ്പോൾ ഈശ്വരനും നമ്മളോടും ഇങ്ങോട്ടൊരു മനോഭാവം ഉണ്ടാകും. അതാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ ആയുധമെടുക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്ത കൃഷ്ണൻ അർജുനന് വേണ്ടിയിട്ട് ആയുധമെടുത്തു. അപ്പം ഈ ഒരു ആ മനോഭാവം എത്രത്തോളമാണ്, ആ ഭക്തി എത്രത്തോളമാണെന്ന് അത് കാണിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഭക്തിമാർഗമാണ് അഭികാമ്യം എന്ന് പറയുന്നത്. അപ്പം ഇതിലെ യോഗസത്തിലെ ഒരു സൂത്രം ഓർക്കാണ്, സ്വാധ്യായേശ്വര പ്രണിധാനായി ക്രിയായോഗ എന്ന സൂത്രമുണ്ട്. തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം ഇതെല്ലാം മനസ്സിനെ ശുദ്ധമാക്കാനുള്ളതാണ്. ഇപ്പൊ തപസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒറ്റക്കാലില് നിന്ന് ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്നതല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സ്മരണോട് ചെയ്യുന്നതെല്ലാം തപസ് തന്നെയാണ്. അപ്പൊ ഈ തപസ്സിൽ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ മനസ്സ് ശുദ്ധമാക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടു തരം മനസ്സുണ്ടെന്ന് പറയും. ഒന്ന്, ഒരു ദുർബലന്റെ മനസ്സെപ്പോഴും ദുർബലതയുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. നമുക്ക് രണ്ടുതരം മനസ്സുണ്ട്, ഒന്ന് ഉപബോധ മനസ്സും ഒന്ന് ബോധ മനസ്സും. ഉപബോധ മനസ്സില് ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ച കാര്യങ്ങള്, കാമബോധങ്ങളെല്ലാം അടഞ്ഞുകൂടിയിരിക്കും. അതൊന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ഈ ബോധ മനസ്സിലേക്ക് നല്ല ചിന്തയും വാക്കുകളും കടത്തി വിടുകയാണെങ്കിൽ ബോധ മനസ്സെപ്പോഴും ശുദ്ധമായി നിൽക്കും. ഈ ശുദ്ധമായ ബോധ മനസ്സെപ്പോഴും ആ ഉപബോധ മനസ്സുമായിട്ട് കണക്ട് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെട്ട് നിർത്താൻ പറ്റും. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തോട്ടത്തില് ഒരു വള്ളിച്ചെടി ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മറ്റ് വീടുകളിലേക്ക് പോകാതെ അവിടെ പടർന്ന് പന്തലിക്കാതെ നിൽക്കും. അതിന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ ഈ സപ്പോർട്ട് കൊടുക്കലാണ് നല്ല ചിന്തകളും അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോടുള്ള ജീവിത രീതികളെല്ലാം ഈ സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ദുർബലതയിലേക്ക് പോകില്ല എന്ന് പറയും. പലപ്പോഴും പലരും പറയും ആധ്യാത്മിക ജീവിതം വയസ്സായവർക്ക് മാത്രമാണെന്ന്. അതാണ് ഇന്നത്തെ യുവതലമുറയുടെ ചിന്താഗതി. പലപ്പോഴും നമുക്കറിയാം, ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തുമ്പോൾ അതൊരു 99% വിവരങ്ങളും ഒരു 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും, 60 വയസ്സിന് മുകളിലുള്ളത്. അതായത് ചെറുപ്പക്കാരെ അവിടെ സാധാരണ കാണാൻ കഴിയാറില്ല. അപ്പം എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഈശ്വര രക്ഷിക്കുക എന്ന് പറഞ്ഞതിന് കാര്യമില്ല. അപ്പം ഒരു മർക്കട മാർജാര ന്യായം എന്ന് പറയാറുണ്ട്. അപ്പൊ മർക്കട ന്യായത്തെ ഒന്ന് മാറ്റി വെക്കുക, പിന്നെ മാർജാര ന്യായത്തെ പറയാണ്. ഈ മാർജാര ന്യായം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പൂച്ചക്കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കരച്ചിൽ കേട്ടിട്ട് കള്ളപ്പൂച്ച വന്നിട്ട് ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. ഇവിടെ കരയുക എന്നൊരു പരിശ്രമം ആ പൂച്ചക്കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ടാണ് കള്ളപ്പൂച്ചയ്ക്ക് വന്നിട്ട് ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ നമ്മളെല്ലാവരും മാറി കരഞ്ഞല്ല, ഈശ്വരന് വേണ്ടി ഒരല്പസമയം ചെലവഴിക്കുക. അപ്പോഴാണ് നമുക്ക് പരിത്രാണായ സാധൂനാം എന്ന ഗീതാശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാവുക. നമ്മൾ സാധു എന്നൊരു പദം ആദ്യം നമ്മൾ കേട്ടതാണ്, സാധു ആരാണെന്ന് മനസ്സിലാക്കിയതാണ്. ആ പരിത്രാണായ സാധൂനാം, സാധുക്കളെ രക്ഷിക്കാൻ ഭഗവാൻ എത്തും എന്ന് പറയുന്നെങ്കിൽ പരിശ്രമശാലികളുടെ അടുത്തേ ഭഗവാന് എത്താൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സനാതന കർമ്മത്തിന്റെ അടിസ്ഥാനം നമുക്കറിയാം വേദങ്ങളാണെന്ന്. വേദം എന്ന പദത്തിന് ജ്ഞാനം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ആ ജ്ഞാനം എന്താണ്? ഋഷീശ്വരന്മാരുടെ തപസ്സിന്റെ ഫലമാണ്. സ്വാനുഭൂതി സമ്പന്നരാണ് ഋഷീശ്വരന്മാര്. അപ്പം ആ തപസ്സിന്റെ ഫലം ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനെ ഉൾക്കൊള്ളാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങൾ. ഇതിഹാസ പുരാണാഭ്യാം വേദം സം ഉപബ്രഹ്മയേത് എന്ന് പറയും. തൈത്തിരീയ ഉപനിഷത്തിലെ ഒരു മന്ത്രമാണ്
സത്യമുഖ ധർമ്മം തര എന്നത്. പണ്ടൊക്കെ ഗുരുകുലങ്ങളിൽ ഗുരുവിന്റെ അടുത്ത് ശിഷ്യന്മാര് അത്രയും പരിശുദ്ധമായ ഹൃദയത്തോടെയാണ്, ചിത്തത്തോടെ ആണ് ഈ ശിഷ്യന്മാർ ഗുരുവിനെ സമീപിക്കുന്നത്. അങ്ങനെ ശിഷ്യന്മാര് ചെല്ലുമ്പോൾ ഒരു ചോദ്യത്തിന് ഗുരുവിന്റെ ഉത്തരം ചിലപ്പോൾ സത്യമുഖ ധർമ്മങ്കര അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി. ഇത് കേൾക്കുമ്പോൾ തന്നെ അവരെ അതിനെ മനനം ചെയ്ത് ധ്യാനിച്ച സ്വാനുഭൂതി നേടിയിരിക്കും. പക്ഷെ ഇന്നത്തെ ജനങ്ങളുടെ സത്യമുഖ ധർമ്മങ്കരാണോ അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മാണോ അത് പറഞ്ഞ ഇത് ഗുരു പറഞ്ഞാണ്, ഗുരുവിനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ശിഷ്യന്മാരവിടെ സ്ഥലമില്ല. അപ്പം ഈ സത്യമുഖ ധർമ്മങ്കര എന്ന് പറയുമ്പം അത് സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിഹാസങ്ങളുടെ സത്യനിഷ്ഠയോടെ ചരിച്ചവരുടെ കഥകളും അവരുടെ ജീവിത ചരിത്രങ്ങളുമാണ്. അപ്പൊ അതിലൊന്നാണ് ഇതിഹാസങ്ങളിലെ രാമായണം. രാമസ്യ അയനം രാമായണം, രാമായാഹ അയനം രാമായണം എന്ന് വേണമെങ്കിൽ പറയാം. വാൽമീകി രാമായണത്തില് രാമനെ ഒരു മാതൃകാ പുരുഷനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ശ്രീരാമൻ ദേവൻ ഒരു അവതാരമാണെന്ന് എന്റെ വാൽമീകി മഹർഷിക്ക് അറിയാവുന്നതാണോ? അല്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് അവരുടെ തലത്തിൽ ഒരു ഈശ്വര സങ്കല്പത്തെ നിർത്തുക എന്നുള്ളതാണ്. അപ്പം നമുക്കും ജീവിതത്തിൽ നാം പ്രതിബന്ധം വരുമ്പോൾ നമ്മൾ പറയാണ് രാമായണത്തിൽ ശ്രീരാമൻ ആ പ്രതിബന്ധത്തെ നിയന്ത്രണം ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ കിട്ടുന്നുണ്ടായിരിക്കും, ഓ ശ്രീരാമൻ നമുക്കത് പറ്റില്ല. ഇല്ല. അപ്പം ഒരു സാധാരണ മനുഷ്യനായിട്ട് വിശദീകരിക്കുമ്പോൾ നമ്മളും അവരും ഒരുപോലെയാണ് എന്ന് വരുമ്പോൾ നമുക്ക് ശ്രീരാമൻ ചെയ്ത പോലെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റും. കാരണം പട്ടാഭിഷേകം നടക്കും എന്ന് പറഞ്ഞപ്പോൾ രാമന്റെ മുഖത്തുണ്ടായ ആ മന്ദഹാസം അല്ലെങ്കിൽ രാമന്റെ ആ സംയമനം, നാളെ കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴും ആ പുഞ്ചിരമായിട്ടില്ല, ആ മനസ്സിന്റെ ചാഞ്ചല്യം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പം വിദേശത്തേക്ക് പോകാൻ ഒരു വിഷയം പാസ്പോർട്ട് എടുത്ത് നമ്മളതിന് റെഡിയായിട്ട് നിൽക്കുമ്പം പറയാണ്, ഒരാളുടെ അമ്മ പറയാണ്, മോനെ നിനക്ക് പോകല്ലേ, നിന്റെ അച്ഛന് വയ്യാതിരിക്കുകയാണ്, അപ്പൊ നീ അതൊന്ന് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ മകനായിട്ട് അനുവദിക്കുമോ? ഇല്ല. ചിലപ്പോൾ അവൻ പറഞ്ഞിരിക്കും, അമ്മയെ അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പാസ്പോർട്ടൊക്കെ എടുത്തത്. അപ്പൊ നിങ്ങൾ അച്ഛനെ നോക്കണമെങ്കിൽ ഒരു ഹോം നഴ്സിനെ വാങ്ങിക്കുക, ഞാൻ ഒരു വർഷം മുന്നേ പോയി ജോലി ചെയ്തിട്ട് അതിനെ നടക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ കഴിയില്ല. അപ്പം എങ്ങനെ രാമൻ അത് സംയമനത്തോടെ തരണം ചെയ്ത് രാമായണത്തിൽ പഠിക്കാം? പിന്നെ സീതാന്വേഷണത്തിന്റെ സമയത്ത് ഒരു പ്രാകൃതനെ പോലെ സീതയെ വിളിച്ച രാമനെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ പ്രധാനമായ വേറൊരു കാര്യം, ലക്ഷ്മണനോ ഹനുമാനോ ആ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ഇത്ര നേരം ഈ ഉപദേശമൊക്കെ നൽകിയ ലക്ഷ്മണോപദേശമൊക്കെ നൽകിയ ശ്രീരാമൻ എന്ത് ചെയ്യുന്നതിന് കരഞ്ഞു കണ്ടിട്ടില്ല. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. ശ്രീരാമന് വേണമെങ്കിൽ ഹനുമാനോട് പറഞ്ഞിട്ട് മോനെ പുറത്ത് സീതാദേവിയോട് എടുത്ത് കൊണ്ടുവരൂ, എനിക്കിനി അലയാൻ വയ്യ എന്ന് പറയാമായിരുന്നു. അവിടെ ചെയ്തില്ല. അവിടെ ധർമ്മം അനുഷ്ഠിച്ച് കാണിക്കുകയാണ്. ഒരു ഭർത്താവിന്റെ ധർമ്മം എന്താണെന്ന് അവിടെ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ യുദ്ധം ചെയ്തു. യുദ്ധ സമയത്തും ശ്രീരാമൻ ധർമ്മത്തെ വരുന്നില്ല. രാവണനായിട്ട് യുദ്ധം ചെയ്യുമ്പോഴും രാവൺ നിരായുധനായ സമയത്ത് ആ സമയത്ത് വേണമെങ്കിൽ രാവണനെ വധിക്കാമായിരുന്നു, ചെയ്തില്ല. ശ്രീരാമൻ പറഞ്ഞെന്താണ്, പോയി റെസ്റ്റ് എടുത്തോളൂ, വ്യത്യാസം വന്നു കഴിഞ്ഞ് നമുക്ക് യുദ്ധം ചെയ്യാം. അങ്ങനെ യുദ്ധത്തിലാണ് രാവണനെ പരാജയപ്പെടുത്തുന്നത്. ശരി, രാവണനെ വധിച്ചു. സീതാദേവിയെ കാണേണ്ട സമയമായി, പെട്ടെന്ന് ഓടിപ്പോയി സീതാദേവിനെ കണ്ടില്ല. അതിന്റെ ആ ധർമ്മമാർഗത്തിൽ തന്നെയാണ് സീതാദേവിയെ ശ്രീരാമൻ കാണുന്നത്. കാണുമ്പോഴും ഉടനെ അയോധ്യയിരിക്കുന്നത് ഇല്ല, അവിടെ ക്ഷമയോടെ നിന്ന് ചൈത്രശുദ്ധി വരുത്തിപ്പിച്ചു. അതിനുശേഷമാണ് സീതാദേവിയെ വീണ്ടെടുക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ രാമായണമായാലും ഏതൊരു അവതാരത്തിലും അവർ ആ മനുഷ്യധർമ്മം കൂടെ നിർവഹിച്ചിട്ടാണ് ആ ജീവിതത്തെ സ്വീകരിക്കുന്നത്. രാമനായാലും കൃഷ്ണനായാലും അമ്മയായാലും ശ്രീരാമകൃഷ്ണദേവനായാലും എല്ലാവരും ആ ധർമ്മമാർഗം വ്യതിചരിക്കുന്നില്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ജീവിതത്തെ സ്വീകരിച്ചത്. എവിടെയാണ് ഭഗവാൻ എന്ന് കരഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് കരഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ.
ആ കുചേലന്റെ ഭക്തി കാണുമ്പോൾ. അത് കരച്ചിലൊന്നുമല്ല, ആനന്ദാശ്രുക്കൾ പൊഴിച്ചതായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ രാമായണം 32 ദിവസം തിരുവണ്ടിയിൽ വായിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഹിന്ദു അവസാനം ആ രാമായണ കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ രാമായണം തൊടാനേ പാടില്ല, ഇതൊക്കെ എന്തെങ്കിലും ആപത്ത് വരും. അതുകൊണ്ട് പൊതിഞ്ഞ് ശ്വാസത്തിൽ വെക്കണം. പിന്നെ ഉത്തരരാമായണം വായിക്കാൻ വായിക്കാൻ പാടില്ല, വേർപാട് ഇങ്ങനത്തെ പിന്നീടുള്ള ആ അന്ധതകളെയൊക്കെ മാറ്റി രാമായണ മാസത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ രാമനും രാമായണവും ഒരു സന്തത സഹചാരിയായി നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ എന്താ പറയണം, നമുക്കൊരു വ്യാകുലത ഉണ്ടായിരിക്കുന്നു. ആ രാമനെയും രാമായണത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരു വ്യാകുലത. ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ വ്യാകുലത വന്നാൽ മാത്രമേ നമ്മൾ രാമായണ മാസത്തെ നമുക്ക് അതിൻ്റെ രീതിയിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരിക്കല് ഒരു മുയല് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുലി അതിന് പിന്തുടർന്നു. പക്ഷെ പുലിക്ക് ആ മുയലിനെ തൊടാൻ സാധിക്കില്ല. അങ്ങനെ 5-6 ദിവസവും ഈ മുയലിന്റെ പുറകെ ഈ പുലി ഓടുകയാണ്, എന്നിട്ടും കിട്ടിയില്ല. അപ്പം പുലിക്ക് ഭയങ്കര നാണക്കേട് വന്നു. നല്ല ഈ മുയലിന്റെ ഗുഹ കണ്ടെത്തി അങ്ങ് കടക്കാൻ പറ്റില്ല. അപ്പൊ പുറത്തുനിന്ന് വിളിച്ച് ചോദിച്ചു, മുയലെ നിന്ന് 5-6 ദിവസമായി ഓടിക്കുന്നു, നിന്ന് കിട്ടുന്നേ ഇല്ല. അപ്പൊ മുയൽ പറഞ്ഞു, 5-6 അല്ല, 6 ദിവസമല്ല, 60 ദിവസം ഓടിയാലും എനിക്ക് എന്നെ പിടിക്കാൻ പറ്റുന്നു. അപ്പൊ ചോദിച്ചു, എനിക്ക് ഇങ്ങനൊരു ബുദ്ധിയുണ്ടോ, എന്നെ പിടിക്കാൻ പറ്റാത്ത എന്താണ്? അപ്പൊ മുയൽ പറഞ്ഞു, നീ ഓടിയത് നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാൻ ഓടിയത് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് ഞാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം നിനക്ക് കിട്ടും, പക്ഷെ എനിക്ക് ജീവൻ പോയാൽ വേറെ ജീവൻ തിരിച്ചു കിട്ടില്ല. അതുപോലെ നമ്മുടെ ജീവനിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഭാവിക്കുമോ, എത്രത്തോളം ഒരു കിടക്കുണ്ടാവുന്നു, എത്രത്തോളം വ്യാകുലത ഉണ്ടാകുന്നു, ആ ഒരു തരം വ്യാകുലതയാണ് നമുക്ക് ശ്രീരാമനാണ് വേണ്ടത്, നമ്മുടെ ഇഷ്ടദൈവത്തോട് വേണ്ടത്. അതാരായാലും, അമ്മയായാലും ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ആ വ്യാകുലതയാണ് നമുക്ക് വേണ്ടത്. ഇത് തന്നെയാണ് എല്ലാ മഹാത്മാക്കളും എന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ മഹാത്മാക്കളുടെ ജീവിതത്തെ ഉൾക്കൊണ്ട് നമുക്ക് ആ വ്യാകുലതയും എപ്പോഴും ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. അമ്മയുടെ ഒരു ഉപദേശം ഇതാണ്: അന്തരാളം തൊട്ടുനീറി ദൈവത്തിൻ്റെ പാഠങ്ങൾ നന്നായി സമർപ്പണം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ പ്രസ്താവനയിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എത്രത്തോളം നമ്മൾ പ്രതികരിക്കണം, ക്ഷമയോടെ ഇരിക്കണം എന്നത് നമ്മുടെ അന്നത്തെ ആ സന്ദർഭം അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. നമുക്കത് അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു വെക്കാൻ പറ്റില്ല. ഒരു വീട്ടിലാവുമ്പം കുട്ടികളുടെ എവിടെയൊക്കെ പ്രതികരിക്കണം, എവിടെയോടെ എപ്പോഴൊക്കെ ക്ഷമയോടെ ഇരിക്കണം, ആ കുട്ടിയുടെ അപ്പോഴത്തെ നിലവാരം അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. എല്ലാ കുട്ടികളിലും ഒരുപോലെയല്ലല്ലോ, എല്ലാ പിള്ളേരും ഒരേപോലെയാണോ എല്ലാ വീടുകളിലും? അല്ല. ചിലർക്ക് കുറച്ച് ഷാഠ്യം കൂടുതലായിരിക്കാം, ചിലവർക്ക് സ്നേഹത്തോടെ നിൽക്കേണ്ടി വരും, ചിലവരുടെ അടുത്ത് വടിയെടുക്കേണ്ടി വരും. അപ്പം ഇതൊരു ഉദാഹരണം, ആ കുട്ടികളുടെ നിലവാരം അനുസരിച്ച്. അതുകൊണ്ട് നമുക്ക് ഓരോ സന്ദർഭത്തിലേക്ക് പറയാൻ പറ്റുള്ളൂ. അത് യഥാർത്ഥ ഒരു കൃത്യനിഷ്ഠയോടെ ആ ഒരു സാധന ചെയ്യുന്നവർക്ക് ആ സമയത്ത് വരും, സഡനായിട്ട് വരും. പ്രതികരിക്കാം, മറ്റുള്ളവർക്ക് അതൊരു അപകടമാകരുത്, ഉപദ്രവമാകാത്ത രീതിയിൽ പ്രതികരിക്കാം. സാമം ദാനം ഭേദം വേണ്ടെന്ന് പറയുന്നു. ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കാം, പിന്നെ ഒന്ന് കണ്ണുരുട്ടിയൊക്കെ നോക്കാം, പിന്നെ വടിയെടുക്കണമെങ്കിൽ വടിയെടുക്കാം. പിന്നെ നമ്മൾ തന്നെ പ്രതികരിക്കണോ അതോ പോലീസിന്റെ സഹായം തേടണോ, അത് ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാം. ആദ്യം പറഞ്ഞു നോക്ക്, സ്നേഹപൂർവ്വം ഒന്ന് പറഞ്ഞു നോക്ക്, മാറുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാം. അതെ, വിവേകാനന്ദ സ്വാമി പറയില്ലേ,
ഒരു ഉം, വെറുതെ ഇരിക്കുന്ന ഒരാൾ കൊണ്ട് നിനക്ക് പോയി മോഷ്ടിച്ചൂടെ എന്ന് പറയുമ്പം ഉം, വിവേകാനന്ദ സ്വാമി മോഷണത്തെ അങ്ങനെ ഇത് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, വെറുതെ തമസ് പിടിച്ചിരിക്കുന്ന ഒരാളെ കണ്ടപ്പം വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഉം, നമുക്ക് മോഷ്ടിച്ചെങ്കിലും കഴിച്ചുകൂടെ, ഭക്ഷണം കഴിച്ചുകൂടെ, ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞിട്ടൊന്നും നല്ലതല്ലേ. അപ്പം മോഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ലേ സ്വാമി, അല്ലേ? ഉം, അപ്പം ഉം, ഉം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആ സന്ദർഭത്തിൽ സ്വാമി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.